നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. ഒരു ബാങ്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ്. കാനറ ബാങ്കിൽ 3500 ഒഴിവുകളുടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. കേരളത്തിലെയും വാക്കൻസികൾ ഉണ്ട് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. കാനറ ബാങ്ക് ഒരു പബ്ലിക് സെക്ടർ ബാങ്കാണ്. അത് ബാംഗ്ലൂരു ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള ഒരു കേന്ദ്ര സർക്കാരിനുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് എന്ന കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കുക. 1961 അപ്രന്റീസ് ആക്ട് അനുസരിച്ച് ഗ്രാജുവേറ്റ് അപ്രന്റീസ്മാരുടെ ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ കാനറ ബാങ്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. 3500 ഒഴിവുകളാണുള്ളത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നവർ ആദ്യം നാഷണൽ അപ്രന്റീസ്ഷിപ്പ് പോർട്ടലായ www.nats.education.gov.in എന്ന സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. അതിനുശേഷം മാത്രമേ നമുക്ക് കാനറ ബാങ്കിന്റെ സൈറ്റിൽ അപേക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ആദ്യമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്, തീർച്ചയായും ഈ സൈറ്റിൽ പോയി രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒന്നുകൂടെ പറയാം, വെബ്സൈറ്റ് www.nats.education.gov.in എന്ന സൈറ്റ് വേണം രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള. 2025 സെപ്റ്റംബർ 22 മുതൽ നിങ്ങൾക്ക് ഇതിലേക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം ബാങ്കിന്റെ സൈറ്റിലേക്ക് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് 2025 സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 12 വരെ സമയമുണ്ട്. അപ്പൊ ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 12 ആണെന്ന കാര്യം മനസ്സിലാക്കുക. ആകെ വേക്കൻസികൾ 3500 ആണ്. കേരളത്തിലെ 243 വേക്കൻസികളാണ് കേരളത്തിലുള്ളത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കേരളത്തിൽ അപ്ലൈ ചെയ്യാൻ നിർബന്ധമായും മലയാളം അറിഞ്ഞിരിക്കണം. ലാംഗ്വേജ് നിർബന്ധമായി അറിഞ്ഞിരിക്കണം. എഴുതാനും വായിക്കാനും സംസാരിക്കാൻ അറിയുന്നവർക്ക് മാത്രമേ ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുള്ളൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വേക്കൻസികളുടെ എണ്ണം ഒരുപക്ഷെ വേരി ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പം അതുപോലെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ രജിസ്റ്റർ ചെയ്യേണ്ട ബാങ്കിന്റെ വെബ്സൈറ്റ് ആയ www.canarabank.bank.in എന്ന സൈറ്റിൽ പോവുക. കരിയേഴ്സിൽ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക, റിക്രൂട്ട്മെന്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എൻഗേജ്മെന്റ് ഓഫ് ഗ്രാജുവേറ്റ് അപ്രന്റീസ് ഇൻ കാനറ ബാങ്ക് എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്ത് ഇടയ്ക്ക് അപ്ഡേറ്റ്സ് വരുന്നത് നമ്മൾ ശ്രദ്ധിക്കുക. എലിജിബിലിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രായം, ക്വാളിഫിക്കേഷൻസ് ഒക്കെ നോക്കുമ്പോൾ 20 മുതൽ 28 വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുന്ന കാര്യം കൂടി മനസ്സിലാക്കുക. എന്നാൽ SC/ST കാൻഡിഡേറ്റ് 5 വർഷവും, OBC നോൺ ക്രിമിനൽ 3 വർഷവും, ഡിസബിലിറ്റി ഉള്ളവരാണെങ്കിൽ 10 വർഷവും ഉയർന്ന പ്രായപരിധിയിലെ ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ ഏതെങ്കിലും അംഗീകൃത സർവകലാശാല ബിരുദം ഉണ്ടായിരിക്കണം. പാസ്സായവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. ആഘോഷാനം മാർക്ക് ഉണ്ടായിരിക്കണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 1/1/2022 ശേഷം ഡിഗ്രി നേടിയവർ മാത്രം അപേക്ഷിച്ചാൽ മതി എന്ന കാര്യം മനസ്സിലാക്കുക. അതുപോലെ സെപ്റ്റംബർ 1 ശേഷം ഡിഗ്രി നേടുന്നതിലേക്ക് എലിജിബിൾ അല്ല എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. അതുപോലെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഇതിനകത്ത് റീജിയണൽ ലാംഗ്വേജ് നിർബന്ധമായും അറിഞ്ഞിരിക്കണം. അതിൽ നമ്മൾ 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും മാർക്ക് ലിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. അത് നമ്മൾ മലയാളം പഠിച്ചിട്ടുള്ള ആൾക്ക് വേണ്ടി വരില്ല. അല്ലാതുള്ളവരെല്ലാം നിർബന്ധമായും ലാംഗ്വേജ് ടെസ്റ്റ്, പ്രൊഫഷൻസി ടെസ്റ്റ് പാസ്സാകേണ്ടതായിട്ട് വരും. അതുപോലെ ഫിസിക്കൽ മെഡിക്കൽ ഫിറ്റ്നസ് ഉണ്ടായിരിക്കണം. മെഡിക്കലി നല്ല ഫിറ്റ് ആയിരിക്കും നമുക്ക് അപേക്ഷിക്കാൻ കഴിയുക. നേരത്തെ ഇതേപോലെ അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞ ഇതിലേക്ക് അപേക്ഷിക്കാൻ എലിജിബിൾ. ഇപ്പൊ അപ്രന്റീസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും ഇതിലേക്ക് എലിജിബിൾ അല്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. നല്ല മെഡിക്കലി ഫിറ്റ് ആയിരിക്കണമെന്നുണ്ട്. നല്ല മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ളവർക്ക് മാത്രമേ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുള്ളൂ. ഇതിലേക്ക് അപ്രന്റീസ്ഷിപ്പ് ലഭിക്കുന്ന 1 വർഷത്തേക്ക്, 12 മാസത്തേക്കായിരിക്കും. ഓൺ ദ ജോബ് ട്രെയിനിങ് തന്നെയാണ് ലഭിക്കുന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഒരു പക്ഷേ അത് നിങ്ങളുടെ ഭാവിയിലെ 1 വർഷത്തേക്കാണ് നിയമനമെങ്കിലും ഭാവിയിലെ കരിയറിന് വളരെയും പ്രയോജനം ചെയ്യുന്ന കാര്യം മനസ്സിലാക്കുക. കാരണം ഓൺ ദ ജോബ് ട്രെയിനിങ് ആയിരിക്കും കാൻഡിഡേറ്റ്സിനെ ഇമ്പാർട്ട് ചെയ്യുന്ന കാര്യം ഉണ്ട്. അതുപോലെ അപ്രന്റീസ് ആയിട്ടുള്ളവർക്ക് ബാങ്കിന്റെ എംപ്ലോയി അല്ല എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അതിൽ സ്ഥിരം നിയമനത്തിന് സാധ്യതകളൊന്നും ഇല്ല. പക്ഷേ അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. 1 വർഷത്തേക്കായിരിക്കും, കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് അപ്രന്റീസ്ഷിപ്പ് അവസരം ലഭിക്കുക. അപ്പൊ നേരത്തെ ഒന്നുകൂടി ഞാൻ പറഞ്ഞ, ആദ്യം നിങ്ങൾ അപ്രന്റീസ്ഷിപ്പ് പോർട്ടലിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. www.nats.education.gov.in സൈറ്റിൽ വേണം ആദ്യം രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ളത്. ശമ്പളത്തെ കുറിച്ച്, സ്റ്റൈപ്പൻഡിനെ കുറിച്ച് വേണമെങ്കിൽ പ്രതിമാസം 15,000 രൂപ സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കും. ബാങ്ക് നേരിട്ടായിരിക്കും 15,500 നിങ്ങൾക്ക് തരിക. ബാക്കി 4,500 രൂപ കേന്ദ്ര ഗവൺമെന്റിന്റെ അപ്രന്റീസ്ഷിപ്പ് സ്റ്റൈപ്പൻഡ് ആയിട്ട് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതായിരിക്കും. ബാങ്കിന്റെ വർക്കിംഗ് ടൈം തന്നെ ആയിരിക്കും അപ്രന്റീസ്ഷിപ്പുകൾക്കും ചെയ്യാനുള്ള ജോബ് ട്രെയിനിങ്ങിനുള്ള അവസരം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഓവർ ടൈം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക.
ഒരു വർഷത്തേക്കായിരിക്കും ഈ അപ്രന്റീസ്ഷിപ്പ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് സർട്ടിഫിക്കറ്റും ലഭിക്കുന്നതായിരിക്കും. NATS ജോയിന്റ് സർട്ടിഫിക്കറ്റ് ആയിരിക്കും ലഭിക്കുക. അത് നല്ല വാല്യുബിൾ ആയിരിക്കും എന്ന കാര്യത്തിന് സംശയം വേണ്ട. കാരണം ഭാവിയിൽ നമുക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്രയോജനം ചെയ്യും. അതിവിടെ ഒന്നുകൂടെ പറയുന്നത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നത്. ആദ്യം നമ്മൾ NATSന്റെ പോർട്ടൽ, നാഷണൽ അപ്രന്റീസ്ഷിപ്പ് പോർട്ടലായ www.nats.education.gov.in സൈറ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം കാനറ ബാങ്കിന്റെ വെബ്സൈറ്റിൽ പോവുക. www.canarabank.bank.in. അതിൽ കരിയർ സെലക്ട് ചെയ്യുക, റിക്രൂട്ട്മെന്റ് സെലക്ട് ചെയ്യുക, എൻഗേജ്മെന്റ് ഓഫ് ഗ്രാജുവേറ്റ് അപ്രന്റീസ് ഇൻ കാനറ ബാങ്ക് എന്നുള്ള സെലക്ട് ചെയ്യുക. അതിനുശേഷം ബാക്കി ഡീറ്റെയിൽസ് കൊടുത്ത് മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ആപ്ലിക്കേഷൻ പൂർത്തിയാക്കാനായിട്ട് പറ്റും. അപേക്ഷാ ഫീസ് ഉണ്ട്. SC/ST കാരായിട്ടുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും ഫീസില്ല. ബാക്കി എല്ലാവർക്കും 500 രൂപയാണ് അപേക്ഷാ ഫീസ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞാൽ ആദ്യം നിങ്ങൾ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് പോർട്ടൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷം സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 12 വരെ കാനറ ബാങ്കിന്റെ സൈറ്റിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു റീസെന്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യും. അതിൽ നിങ്ങളുടെ സിഗ്നേച്ചർ, ലെഫ്റ്റ് ഹാൻഡിന്റെ തമ്പ് ഇംപ്രഷന് ഒരു 100 ഡിക്ലറേഷൻ ഉണ്ട്. അത് സ്വന്തം കൈ കൊണ്ട് തന്നെ എഴുതി നമ്മളതും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന കാര്യം മനസ്സിലാക്കുക. സിഗ്നേച്ചർ സ്മോൾ ലെറ്റേഴ്സിലായിരിക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇത് അപ്ലൈ ചെയ്യുന്നവർ ഇടയ്ക്കൊക്കെ ബാങ്കിന്റെ വെബ്സൈറ്റ് സന്ദർശിച്ച് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി അതിലേക്ക് അപ്ഡേറ്റ്സ് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. സ്കാൻ ചെയ്യുന്ന ഫോട്ടോഗ്രാഫ് സ്കാൻ ചെയ്യുന്ന ഡീറ്റെയിൽസ് ഒക്കെ വിശദമായിട്ട് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ ഷെയർ ചെയ്യാനുള്ള. ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ട് രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.